നമുക്ക് ഒരു കുട്ടിയെ CWC വഴി ഒരു കുട്ടിയെ നമുക്ക് തരുമ്പോഴത്തേന് നമുക്ക് ഈ അവരെ കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് ചെയ്യണം നമ്മുടെ സ്ഥാപനത്തിൽ 24 ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ 24 മണിക്കൂറിനകം കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്ത് റിപ്പോർട്ട് CWCക്ക് നമുക്ക് അയക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കൗൺസിലിംഗ് പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മന്ത്ലി ഓരോ കൗൺസിലിംഗ് റിപ്പോർട്ട് നമ്മൾ CWC അറിയിക്കണമെന്നാണ്. അപ്പം നമുക്ക് ഒരു വട്ടം ഒരു കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്തപ്പോഴത്തേന് ആ കുഞ്ഞ് കരഞ്ഞ് ഒന്നും പറഞ്ഞില്ല. ഇപ്പം കരഞ്ഞപ്പം നമ്മുടെ കൗൺസിലർ പറഞ്ഞ് മോളെ ഒരു കാര്യം ചെയ്യും, മോള് പറയണ്ട, അതൊന്ന് എഴുതി തരാൻ പറഞ്ഞു. അപ്പം ആ കുഞ്ഞ് ഒരു പേപ്പറിനകത്ത് ആ കുഞ്ഞിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ആ കുഞ്ഞ് എഴുതി നമ്മുടെ കയ്യിലൊരു സബ്ജക്റ്റ് അവൾക്ക് വിഷമം ഉണ്ടായ ഒരു കാര്യം, അവൾക്ക് ഉണ്ടായ ഒരു ദുരനുഭവം അവൾ എഴുതി തന്നു. അപ്പം ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ നമുക്കിത് റോങ് ആയിട്ട് തോന്നി. നമ്മൾ അന്നേരം തന്നെ അത് CWC അറിയിച്ചു. നമുക്ക് ഇപ്പം ഏതൊരാൾക്കായാലും JJ ആക്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് 18 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുണ്ടായ ഏതൊരാളും അത് CWC അറിയിക്കണമെന്നാണ്, അല്ലെങ്കിൽ ചൈൽഡ് ലൈനെ അറിയിക്കണം എന്നാണ് നിയമം. അറിയിച്ചില്ലെങ്കിൽ നമ്മളും കൂടെ കൂട്ടുപ്രതിയാണ്. അതനുസരിച്ച് ഇത് കണ്ട ഉടനെ ഞാനത് അതേപോലെ തന്നെ അത് നമ്മുടെ ഒരു ലെറ്റർ പേഡ് കുഞ്ഞ് കൗൺസിലിംഗ് ചെയ്ത സമയത്ത് കുഞ്ഞിത് എഴുതി തന്നെന്നും പറഞ്ഞുകൊണ്ട് അതും കൂടെ ചേർത്ത് CWCക്ക് മെയിൽ അയച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മാർച്ചൊക്കെ ആയപ്പോഴത്തേന് ഈ മാർച്ച് എക്സാം, കുഞ്ഞുങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് മെയിൽ വന്ന് ഇവളെ 1 സ്റ്റോപ്പിലോട്ട് ഹാജരാക്കണമെന്ന്. നമ്മൾ അതും പ്രകാരം ഈ കുട്ടിയെ നമ്മൾ 1 സ്റ്റോപ്പിലോട്ട് ആക്കി. 1 സ്റ്റോപ്പിലാക്കി. പിന്നെ കുഞ്ഞിനെ 1 സ്റ്റോപ്പിലാക്കിയ പിന്നെ വേറൊരു കാര്യവും നമുക്കറിയാൻ പറ്റത്തില്ല. 1 സ്റ്റോപ്പിലാക്കി ഈ കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്തിട്ട് അവർ 1 സ്റ്റോപ്പ് സർക്കാരിൻ്റെ അറിയത്തില്ലേ, സർക്കാരിൻ്റെ അവിടുന്ന് റിപ്പോർട്ട് CWCക്ക് കൊടുത്ത് CWC അത് കേസാക്കി. ആ കേസ് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ ആകെ ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞ് ഈ എഴുതി തന്നത് CWC അറിയിച്ചു.